നമ്മുടെ ചക്കാർത്തതൊക്കെ റെഡി ആയതേ. ഹലോ, ഇന്നൊരു കടച്ചക്ക ചിപ്സ് ഉണ്ടാക്കാൻ പോകട്ടെ. അപ്പോൾ അതിന് വേണ്ടി അച്ഛനും മോനും കൂടി ഒരുമിച്ചാണ് ഇറങ്ങിയത്. ആരുടെ നിന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനും. താഴത്തൊക്കെ കിടപ്പുണ്ടായത് ആദ്യമേ പൊട്ടിച്ചായിരുന്നു. നമ്മൾ രണ്ടാമത്തെ വട്ടം ഉണ്ടായപ്പോൾ കുറച്ച് മുകളിലാണെന്ന് മാത്രം കയറിയിട്ട് വേണം പൊട്ടിക്കാൻ. അപ്പോൾ ഏട്ടൻ സ്പൈഡർമാൻ നമ്മൾ കയറി പോവാണ്. ഏണ്ട കയറ്റം കണ്ടിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഏതോ വാനണ്ടായെന്ന് തോന്നുന്നു. എല്ലാ വട്ടവും നമ്മൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ 2 വട്ടമായിട്ട് വറക്കുന്നത്. ഈ വർഷവും നമ്മൾ ആ മുടക്കം തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇത്രയാണ് നമുക്ക് ചിപ്സിനായിട്ട് വേണ്ടി വന്നത്. ഇനിതാ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചത് കടച്ചക്ക നമ്മൾ 2ആയിട്ട് മുറിക്കുകയാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ മഞ്ഞപ്പൊടി വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കും. അതിനുശേഷമേ സ്ലൈസസ് ആക്കൂ. ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാട്ടോ. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ സിമ്പിളാണ്. ഈ സമയം നമുക്ക് ഉപ്പുവെള്ളം ഒഴിക്കാം, പക്ഷെ ഞങ്ങൾ ലാസ്റ്റേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് റെഡി. അവസാനമായി ഞങ്ങൾ ഉപ്പ് മുകളിൽ വിതറി മിക്സ് ചെയ്തെടുക്കും. നമ്മുടെ ചക്കാർത്തതൊക്കെ റെഡി ആയതേ. ഹലോ, കടച്ചക്ക കിട്ടുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. ചക്ക വെട്ടിയതും ഇതുപോലെ സ്ലൈസസ് ആക്കി തന്നതും എന്നാണ്. വറവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇന്ന് അധികം പാടുണ്ടായില്ല. ഇനി ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ക്രിസ്പിയാണോ? ആ വീഡിയോയിൽ പറ. സൂപ്പർ. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,